പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്നതും ചിക്കൻ കാല് വെച്ചാണ് ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ ചിക്കൻ കാല് കൊണ്ട് വറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ കാല് കൊണ്ട് ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ചിക്കൻ്റെ സ്കിന്ന് ഇഷ്ടമുള്ളവരുണ്ട്, വേണ്ടിയവർക്കത് സ്കിന്നോട് കൂടി അത് കുക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് അത് എങ്ങനെ ഉരിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നുണ്ട്. ചിക്കൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ്. ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷറിനെ ലോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ പ്രൊഡ്യൂസ് ചെയ്യാനും കഴിവുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 1/2 കിലോ ചിക്കൻ കാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വൃത്തിയാക്കി എടുക്കുന്നതെന്ന് കാണിക്കാം. ചിക്കൻ്റെ കാലെടുത്തിട്ട് ഇതുപോലൊന്ന് പുള്ളി ചെയ്താൽ മാത്രം മതി. ഒത്തിരി ഈസിയാണ്. സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടോ. അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ കാലെടുത്തിട്ട് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കണം ഇടയ്ക്ക്, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ സ്കിൻ റിമൂവ് ചെയ്തതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ഉള്ളി, ഒരു ടൊമാറ്റോ, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 5-6 പച്ചമുളകുമാണ് കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾ. ഇത്രയുമാണ് ബേസായിട്ട് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചൂടായ പാനിലേക്ക് ഈ മസാലയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. അന്നേരം ആ മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് കിട്ടത്തുള്ളൂ. മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ സ്കിന്നൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ പാനിലിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ അതിനകത്തിലെ ഫാറ്റൊക്കെ ഒന്ന് ഉരുകി കിട്ടും. എന്നിട്ട് ഇത് കറിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിയുമായിരിക്കും. സ്കിന്നൊക്കെ റെഡിയായിട്ടുണ്ട്, കണ്ടോ. ചൂടായ പാനിലേക്ക് 2 to 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം ഇതുപോലെ. അതിന് ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണയിലിട്ട് ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം, കണ്ടോ. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെപ്പർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കാല് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ. ചിക്കൻ കാലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്കിന്നും ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 മിനിറ്റ് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. ആ ചിക്കൻ കാലിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ. നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പോൾ ഇതിൽ മസാലയെല്ലാം ഒന്ന് പിടിക്കുകയും അതുപോലെ തന്നെ ഈ ഇറച്ചിയുടെ ചിക്കൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചപ്പൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ചിക്കൻ കാല് വെള്ളത്തിലൊന്ന് മുങ്ങി കിടക്കണം. എന്നെങ്കിൽ മാത്രമേ അതിൽ നല്ലതായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കുവാൻ സാധിക്കും.
ഇനിയും നമ്മളൊരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. ചിക്കൻ കാലുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം. ഇതുപോലെ കണ്ടോ, ചിക്കൻ കാലുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശകലം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് എണ്ണയൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കാല് നല്ല മസാലയോട് കൂടി നമുക്ക് കഴിക്കാൻ സാധിക്കും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ.